നമസ്കാരം. എൻ്റെ പേര് കെ അനീഷ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോയിൽ നിൽക്കുന്നത് ഈ കഴിഞ്ഞ ഒരു 25 വർഷത്തെ എൻ്റെ ശ്രമഫലമായിട്ട് കർണാടക സംഗീതത്തിൽ ചില കാര്യങ്ങൾ ഒന്ന് മാറ്റി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ഇന്ന് കർണാടക സംഗീതത്തിൽ നിലവിലുള്ള ചില പാഠ്യ പദ്ധതികളുണ്ട്. അതായത് വരിസകൾ, അലങ്കാരങ്ങൾ, ഗീതങ്ങൾ. അപ്പം ഇതെല്ലാം ഞാൻ കർണാടക സംഗീതം ഒരു ഗായകനോ ഒന്നുമില്ല. ഞാൻ ഗാനമേള പാട്ട് പാടി സാധാരണ ലൈറ്റ് മ്യൂസിക് പാടി ജീവിച്ച ഒരാളാണ്. അപ്പോൾ പഠിച്ചത് 98 മ്യൂസിക് കോളേജിലാണ്. ആർലി കോളേജ് പഠിച്ച ഒരാളാണ്. ഗാനഭൂഷണം പഠിച്ച ആളാണ്. അന്ന് ഡിഗ്രി ഇല്ല, അന്ന് ഗാനഭൂഷണമാണ്. ഗാനഭൂഷണം പഠിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് എണ്ണപ്പാടം വെങ്കിട്ടരാമ ഭാഗവതർ എന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തകം 94 എനിക്ക് കിട്ടി. ആ പുസ്തകം കിട്ടിയപ്പം എൻ്റെ ഒരു അതിന് മുൻപ് 94-95 കാലഘട്ടത്തിൽ തൗബ എന്നൊരു മാപ്പിളപ്പാട്ട് കാസറ്റാണ് ഞാൻ ആദ്യമായിട്ട് സംഗീത സംവിധാനം ചെയ്ത് വെളി വരുന്നത്. അന്ന് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. അത് പാടിയത് മാർക്കോ സാറാണ് പാടിയിരിക്കുന്നത്. അന്നത്തെ മാപ്പിളപ്പാട്ടിലെ വലിയ ഗായകനാണെന്ന് മാർക്കോ സാറ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടാണ് തൗബ പാടിച്ചേക്കുന്നത്. അപ്പോൾ തൗബ ഇറങ്ങിയതിൻ്റെ പുറകെ ഞാൻ ഈ മ്യൂസിക് കോളേജിൽ പഠിക്കാൻ ചേരുന്ന സമയത്ത് ഈ എണ്ണപ്പാടം വെങ്കിട്ടരാമ ഭാവരുടെ പുസ്തകം നൊട്ടേഷൻ അടക്കം ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് രാഗമുണ്ട്, താളമുണ്ട്. ഇതെല്ലാം മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വരികൾ മാത്രം എടുത്തു വെച്ചിട്ട് ഞാൻ ശകടാസുര ഭഞ്ജന ഒരു കീർത്തനം. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നി ക്ലാസിക്കലി ഇത്രയും നാളും മറ്റെല്ലാ പാട്ടുകളും ഇംഗ്ലീഷും തമിഴും കന്നഡയും തെലുഗും എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ പിന്നെ ഒരു ക്ലാസിക്കൽ മ്യൂസിക് ഒന്ന് ചെയ്ത് നോക്കാം എന്ന് കരുതി. അപ്പോൾ അന്ന് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല. അപ്പം ഞാൻ ചുമ്മാ വെറുതെ ശകടാസുര ഭഞ്ജന ഒരു കീർത്തനം. അപ്പം ശകടാസുര ഭഞ്ജന നിരജന ശരണഗതം മാമവ ശ്രീരമണ, ഇതാണ് എൻ്റെ വരി. അപ്പം ഇതിങ്ങനെ ഒരു വെറുതെ ഒന്ന് ട്യൂൺ ചെയ്ത് കഴിഞ്ഞ് തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിൽ പഠിക്കാൻ ചേർന്ന സമയത്ത് എൻ്റെ ഗുരുനാഥന്മാരായ മാവേലിക്കര പി സുബ്രഹ്മണ്യം, കുമ്മനം സത്യനേശ് സാറൂടെ ഒരു ദിവസം ഞാൻ ഈ കാര്യം പറഞ്ഞു. അന്ന് കാസറ്റോട് CD ഇല്ല. കാസറ്റിൽ ഇതാക്കിക്കൊണ്ട് പോയിട്ട് സാറുമാരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തപ്പം മാവേലിക്കര പി സുബ്രഹ്മണ്യം സാർ ഇന്നില്ല, സാറിന് ഓർക്കുന്നു ഈ സമയത്ത്. സാറ് എന്നോട് ചോദിച്ചു, ഒരു കീർത്തനം കമ്പോസ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങളെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ ഗുരുനാഥനായ സത്യനേശൻ സാറ് പറഞ്ഞു, മാനദണ്ഡം അവിടെ നിൽക്കട്ടെ, കേൾക്കാൻ നല്ലതാണെന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്, ഇത് ആരുടെ കൃതിയാണ്? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എണ്ണപ്പാടം വെങ്കിട്ടരാമ ഭാവത്തിൻ്റെ കൃതികളാണ്. അപ്പോൾ എണ്ണപ്പാടം വെങ്കിട്ടരാമ ഇത് എന്താണ് പുസ്തകം? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സാറേ ഇങ്ങനൊരു പുസ്തകമാണ്, വേറെ കൃതികളുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഉണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു, വെറുതെ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞാണ് ഇന്ന് ഈ 25 വർഷത്തിനിപ്പുറം നിൽക്കുമ്പോൾ 63 കൃതികളാണ് അതിനകത്ത് ഞാൻ കമ്പോസ് ചെയ്തത്. പല രാഗങ്ങളും പല താളത്തിലും ഒക്കെ ആയിട്ട്. കാരണം അത് ആ പുസ്തകത്തിലെ വരികൾ മാത്രം എടുത്തിട്ടാണ്. അത് ഞാൻ എണ്ണപ്പാടം വെങ്കിട്ടരാമ ഭാവതരുടെ കുടുംബത്തെ അറിയിച്ചു. അവരെൻ്റെ പ്രോഗ്രാമിന് കോട്ടയത്ത് രാഗേന്ദ്രൻ എന്നുള്ള പ്രോഗ്രാം 2020 ഏപ്രിൽ 14 തീയതി 2023 നടക്കുന്ന സമയത്ത് അവരിവിടെ വരികയും ചെയ്തു. അവരെന്നോടൊത്ത് സഹകരിച്ച് അവരിപ്പോഴും എന്നെ അവരുടെ സന്തോഷം മുഴുവൻ എന്നെ അറിയിക്കുന്നുണ്ട്. അവർക്ക് ഇപ്പം എനിക്ക് ഒരു ഓണററി ഡോക്ടറേറ്റ് കിട്ടിയ സമയത്തും അവരുടെ സന്തോഷം എന്നെ അറിയിച്ചു. വളരെ സന്തോഷം. അപ്പോൾ എന്നോട് പറഞ്ഞു, സാറിൻ്റെ കഷ്ടപ്പാടിൻ്റെയാണ് എന്നൊക്കെ എല്ലാവരും എന്നെ അറിയാവുന്നവരൊക്കെ എല്ലാവരും എന്നോട് അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ സംഗീതത്തിൽ ഈ സമയങ്ങളിലാണ് പുതിയ പ്രാഥമിക പാഠങ്ങൾ ഉൾപ്പെടെ വരിസകൾ, പല രാഗങ്ങളിൽ വരിസകൾ, വക്രവരിസകൾ, വക്രജണ്ഡ വരിസകൾ, മന്ത്ര മധ്യ താരസ്ഥായി വരിസകൾ, ദ്വിരാഗ സരളി ജണ്ഡ വരിസകൾ, സപ്തതാള അലങ്കാരങ്ങൾ, സപ്തതാള രാഗ വക്ര അലങ്കാരങ്ങൾ, മധ്യസ്ഥായി വരിസകൾ, സ്വരജതികൾ, ജതിസ്വരം, ആദി അടതാള വർണ്ണങ്ങൾ, രൂപതാള വർണ്ണം നമ്മുടെ കർണാടക സംഗീതത്തിൽ ഞാൻ പഠിച്ച സമയത്തില്ല. കാരണം പാഠഭാഗങ്ങൾ ഇല്ല. രൂപതാള വർണ്ണം, പദവർണ്ണം, ദരുവർണ്ണം, തില്ലാന, നവരാഗമാലിക, പദം, കൃതികൾ. അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ പുതിയതായിട്ട് സംഗീതം ചെയ്ത് ഞാൻ സംഗീത ലോകത്തേക്ക് സമർപ്പിച്ചത്. പിന്നെ അതിനൊപ്പമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ 23 വർഷത്തിനുള്ളിൽ സംഗീതത്തിൽ കിട്ടാവുന്ന പല ഗ്രന്ഥങ്ങളും ഞാൻ വായിച്ചു കഴിഞ്ഞു. എല്ലാം വായിച്ചപ്പം എല്ലാ പുസ്തകങ്ങളിലും വളരെ വളരെ വ്യത്യാസം, ഓരോ കാര്യങ്ങളും. ഒരു പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ട് അത് തന്നെ മറ്റു പുസ്തകത്തിൽ വേറെ രീതിയിലാണ് പറയുന്നത്. വ്യക്തതയില്ല കാര്യങ്ങൾക്ക്. അങ്ങനെ വന്നപ്പോൾ ഞാൻ പുതിയ തിയറിയെപ്പറ്റി, മ്യൂസിക്കിൻ്റെ തിയറിയെപ്പറ്റി ഞാൻ ചിന്തിച്ച് അങ്ങനെ എൻ്റെ കാഴ്ചപ്പാടിൽ കുറേ തിയറി മ്യൂസിക്കുമായിട്ട് എഴുതി വെച്ചു. അതൊക്കെ ഞാൻ യൂണിവേഴ്സിറ്റി സമർപ്പിച്ചിട്ടുണ്ട് ആ തിയറി. അപ്പോൾ ആണ് അവർ പറഞ്ഞത്, ഇത് പുസ്തകമാകണം ഇംഗ്ലീഷിലും മലയാളത്തിലും, അത് യൂണിവേഴ്സിറ്റി ഇറക്കാമെന്ന് പറഞ്ഞേക്കാണ് ആ പുസ്തകം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞാനിങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിനകത്ത് ഒരു ഖണ്ഡിക, അതായത് ഇപ്പം ഞാൻ പറഞ്ഞ ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ 37ാമത്തെ പേജിൽ കിടക്കുന്നതാണ്. മുത്തുസ്വാമി ദീക്ഷിതർ ഇതിനെ അസമ്പൂർണ്ണ പദ്ധതിയായിട്ട് 72 മേളകർത്താ പദ്ധതി പൂർണ്ണതയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് എൻ്റെ ചിന്തയാണ് ഈ പുതിയ മേളകർത്താരാഗത്തിലേക്ക് വന്നത്. അതായത് ഈ 72 മേളകർത്താരാഗമാണ് ഇന്ന് സംഗീതത്തിന് അടിസ്ഥാനം. അപ്പം
അതിനകത്ത് എന്താണ് സംഗീത ത്രിമൂർത്തികളാണ് ത്യാഗരായ സ്വാമി, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമ ശാസ്ത്രികൾ. ഇവരിൽ മുത്തുസ്വാമി ദീക്ഷിതർ മാത്രം എന്താണ് ഇത് പൂർണ്ണതയില്ലെന്ന്, അപൂർണ പദ്ധതി എന്ന് പറഞ്ഞ് എന്താണെന്ന് ഞാൻ നോക്കിയപ്പോഴാണ് ഇതുപോലൊരു ചാർട്ട് വരച്ച് ഞാനിങ്ങനെ ചിന്തിച്ചു. ഷഡ്ജം നോക്കാം, കാണാം. ഷഡ്ജം, ശുദ്ധ ഋഷഭം, ചതുർ 12 സ്വരസ്ഥാനമാണിത്. കർണാടക സംഗീതത്തിന് അടിസ്ഥാനം അതാണ്. അപ്പോൾ ഈ 12 സ്വരസ്ഥാനത്തെ 16 ആക്കിക്കൊണ്ടാണ് 72 മേളാർത്ഥ പദ്ധതി ആക്കിയിരിക്കുന്നത്. ഇവർ വെങ്കടമഖി എന്ന് പറഞ്ഞ ആളാണ് ഇത് 16 സ്വരസ്ഥാനമാക്കിയിരിക്കുന്നത്. അപ്പോൾ വെങ്കടമഖി ഇത് ഈ 16 ആക്കിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ രണ്ടാമത്തെ രീയെ വേറൊരു പേരിലും കൂടിയാണ്. അതായത് ചതുർശ്രുതി ഋഷഭത്തെ ശുദ്ധ ഗാന്ധാരം എന്നൊരു പേര് കൊടുത്തു. തൊട്ടിപ്പുറത്ത് സാധാരണ ഗാന്ധാരത്തെ ഷഡ്ശ്രുതി ഋഷഭം എന്നാക്കി. അപ്പം ഞാൻ ചിന്തിച്ചപ്പം പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പാകഞ്ഞി ശുദ്ധദൈവം കഴിഞ്ഞ് ഈ ധായെ ശുദ്ധ നിഷാദം എന്നൊരു പേര് കൊടുത്തിരിക്കുന്നു. ഈ നിഷാദത്തെ ഷഡ്ശ്രുതി ദൈവതം എന്നൊരു പേര്. അപ്പം ഇവിടെ ഒരു സ്കോപ്പ് ഇല്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ 2 സ്ഥാനങ്ങൾ വെറുതെ കിടന്നു, ഒരു പേരും ഇല്ല കിടക്കുന്നു, ഒറ്റ പേരിൽ അവരറിയപ്പെടുന്നത്. അപ്പം ഞാൻ ഓർത്തു ഇതായിരിക്കും മുത്തുസ്വാമി ദീക്ഷിതർ ചിലപ്പോൾ പറഞ്ഞത് പൂർണ്ണതയില്ലെന്ന് പറഞ്ഞു. കാരണം ഇതും കൂടെ ഫില്ലായി കഴിഞ്ഞാൽ ഇതിനകത്ത് ഇനി വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഓൾറെഡി 16 ശ്രുതികൾ നിൽക്കുക. അപ്പം ഞാൻ ഓർത്തുന്ന ഈ ഗായക്ക് ഒരു പേര് കൊടുക്കാം. അപ്പം ഞാൻ ഈ പേര് എങ്ങനെ കൊടുത്തെന്ന് ചിന്തിച്ചപ്പോഴാണ് ഇത് ഷഡ്ശ്രുതി ഋഷഭം എന്നതിന് പേര് കൊടുത്തതെന്താണെന്ന് ചോദിച്ചാൽ ഇതിന് 6ാമത്തെ ശ്രുതി ഇത് ഈ തുടക്കത്തിൽ നിന്നും 1, 2, 3, 4, 5 6ാമത്തെ ശ്രുതിയായി വന്നുകൊണ്ട് ഇന്ന് ഷഡ്ശ്രുതി ഋഷഭം എന്ന് പേര് കൊടുത്തത്. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇത് 8ാമത്തെ ശ്രുതിയായിട്ട് അതിനിപ്പുറത്ത് വരുക ഗാന്ധാരം. അപ്പം അഷ്ടശ്രുതി മധ്യമം എന്നൊരു പേര് കൊടുത്തു ഞാൻ ഈ ഗായക്ക്. അങ്ങനെ പുതിയൊരു നോട്ടാക്കി അത്. അപ്പം ആരോണോരോണം ഞാൻ രേവന്തമൂർത്തി എന്നൊരു രാഗം അതിന് പേര് കൊടുക്കും. വന്നിട്ട് ഇങ്ങനെ ഒരു നോട്ട് കിട്ടിയപ്പം ആ രാഗത്തിന് പേര് കൊടുത്തു, രേവന്തമൂർത്തി എന്ന പേര് കൊടുത്തത്. തൊട്ടപ്പുറത്ത് മാ കിടക്കുന്നു, മായ നോക്കി മാ ശുദ്ധമധ്യമം കിടക്കുന്നു. അപ്പം ഞാൻ ഓർത്ത് ഇതിനൊരു വേറൊരു പേര് ദശശ്രുതി ഗാന്ധാരം. അത് ഇവിടുന്ന് 10ാമത്തെ ശ്രുതിയാണ് ദശ. അപ്പം അതുകൊണ്ട് ഈ മായ്ക്ക് ദശശ്രുതി ഗാന്ധാരം എന്നും കൂടെ പേര് കൊടുത്തു. അങ്ങനെ വന്നപ്പം 2 പുതിയ നോട്ടുകൾ എനിക്ക് കിട്ടി, ശ്രുതികൾ കിട്ടി. ഈ ശ്രുതിയാണ് 2 പുതിയ മേളകർത്താരാഗം ഉണ്ടാകാനായിട്ട് സാധ്യമായത്. ഇത് ഇന്ന് വരെ ഒരാൾ പോലും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടില്ല, ഇതെന്താണ് സംഭവം ചോദിച്ചിട്ടില്ല. ഇതെൻ്റെ ഗുരുക്കന്മാരെ കാണിച്ച് ഞാൻ ഇതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തിയിട്ടുണ്ട്. സാറും പറഞ്ഞു ഒരു തെറ്റുമല്ല, കറക്റ്റാണ്, അനീഷ് ചെയ്ത കാര്യങ്ങൾ കൃത്യമാണ്. കാരണം ഇങ്ങനെ 2 ചാൻസ് ഇവിടെ കിടപ്പുണ്ടെന്ന് ഈ കണ്ട ഈ ഇത്രയും നൂറ്റാണ്ട് 1635 മുതൽ ഈ സമയം വരെ ഒരാൾ പോലും ഇതിനകത്ത് ചിന്തിച്ചിട്ടില്ലെന്നുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഇതിനകത്ത് ചിന്തിച്ച് പോയിരുന്നെങ്കിൽ ഇത് നടന്നേനെ, കാര്യങ്ങൾ നടന്നേനെ. പക്ഷെ അങ്ങനെ ആരും ചിന്തിക്കാത്തതുകൊണ്ട് ഇങ്ങനെ 2 രാഗങ്ങൾ കിട്ടിയേ. ആ 2 രാഗങ്ങളുടെ പേരാണ് രേവന്തമൂർത്തി, ഹയപ്രിയ. പിന്നെ അതിനൊരു മേളകർത്ത പദ്ധതി ഉണ്ടാക്കി. ആ പദ്ധതിയാണ് ഉണ്ടോ, ആ മേളകർത്ത പദ്ധതിയാണിത്. ഇതാണ് പുതിയ മേളകർത്ത പദ്ധതി. അഷ്ടശ്രുതി മധ്യമ രാഗങ്ങൾ എന്ന് പറഞ്ഞ് ഒരു രാഗം, ദശശ്രുതി ഗാന്ധാര പ്രതിമധ്യമ രാഗങ്ങൾ എന്ന് പറഞ്ഞ് വേറൊരു രാഗം. ഇത് രണ്ടുകൂടെ 27 രാഗങ്ങളുണ്ട്. ഈ ഒരു കർണാടക സംഗീത ചരിത്രം നോക്കിയാൽ ഒരു രാഗത്തിൽ നിന്ന് 483 രാഗങ്ങൾ ജനിക്കുമെന്നുണ്ട് മേളകർത്ത രാഗത്തിൽ നിന്ന്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വക്രരാഗങ്ങളായിട്ട് 20ഉം ഇത് 483 വരുമ്പോൾ 503 രാഗങ്ങൾ ഒരെണ്ണത്തിലും ജനിക്കും. അങ്ങനെ വന്നപ്പോഴാണ് 13,641 രാഗങ്ങൾ ഉണ്ടായത്. അപ്പം അങ്ങനെയാണ് ഈ 13,641 രാഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇത് ദയവേത് നിങ്ങൾ ഇതിൻ്റെ സ്വരസ്ഥാനങ്ങൾ ഇതെവിടെയുണ്ട്. രേവന്തമൂർത്തി ഷഡ്ജം, ശുദ്ധഋഷഭം, ശുദ്ധഗാന്ധാരം, അഷ്ടശ്രുതി മധ്യമം, പഞ്ചമം, ശുദ്ധദൈവതം, ശുദ്ധ നിഷാദം. ഇതാണ് രേവന്തമൂർത്തി എന്ന പുതിയ മേളകർത്തനത്തിൻ്റെ ആരോഹണം അവരോഹണം. അതുപോലെ തന്നെ ഹയപ്രിയ എന്ന രാഗത്തിൻ്റെ ആരോഹണം ഷഡ്ജം, ഷഡ്ശ്രുതി ഋഷഭം, ദശശ്രുതി ഗാന്ധാരം, പ്രതിമധ്യമം, പഞ്ചമം, ഷഡ്ശ്രുതി ദൈവതം, കാളി നിഷാദം. ഇങ്ങനെയാണ് 2 രാഗങ്ങൾ വന്നത്. ഈ രാഗത്തിൽ ജനിച്ച ജന്യരാഗങ്ങളാണ് ഇപ്പം കണ്ട ഇത്രയും കാര്യങ്ങളും. ഇതിൻ്റെ ഒരു ചാർട്ടാണ് ഇത് ഈ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് എങ്ങനെ ഉണ്ടായെന്നുള്ള ചാർട്ടാണ്. ഇതാണ് ആ വലിയ പേപ്പർ ഞാൻ വിരിച്ച് കാണിച്ചത്. ഇത് മുഴുവൻ ഫോട്ടോഷാൽ ചെറുതാക്കിയിരിക്കുന്ന ഇത് കാലങ്ങളുടെ ശ്രമം കൊണ്ടാണ് ഇതിങ്ങനെ ആയത്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ കാലഘട്ടത്തിൽ ഇത് ഞാനൊരു ഗാനമേള പാട്ടുകാരനാണ്. ഞാൻ കർണാടക സംഗീത രംഗത്ത് നിൽക്കുന്ന ഒരാളല്ല. എൻ്റെ ജീവിതം മുഴുവൻ ഗാനമേളയ്ക്ക് പാടി വന്ന ഒരാളാണ്. ഞാൻ 87, 89 കാലഘട്ടം മുതൽ പ്രൊഫഷണലായിട്ട് ഗാനമേള രംഗത്ത് പാടിയ ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി കർണാടക സംഗീതത്തിൽ ഇത്ര ആൾക്കാർ ഇവിടെ നിൽക്കുമ്പം, കേരളത്തിൽ ഇങ്ങനെ പേരെടുത്ത് നിൽക്കുന്നവർ നിൽക്കുമ്പം, അങ്ങനെ ഒരു വ്യക്തി പുതിയൊരു മേളകർത്തരാഗമായിട്ട് വരുന്നു പറയുമ്പം ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നവർക്കൊരു എന്താ പറയുന്നത്, അതിന് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞ അസൂയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം അവർ അല്ലെങ്കിൽ എന്നോട് വിളിച്ച് ചോദിക്കണം ഇതെന്താണ് സംഭവം എന്ന് ചോദിക്കണം. ഒരാൾ പോലും എൻ്റെ നമ്പർ മുഴുവൻ അതിനകത്ത് പലരും ഇട്ടിട്ടുണ്ട്. ആ സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പം പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹം മലയാള സിനിമാ രംഗത്തെ വലിയ ഗായകൻ, അല്ലെ കർണാടക സംഗീതത്തിലെ വലിയ ആൾക്കാർ
അവർ ഈ ഇട്ട പോസ്റ്റിനടി കോട്ടയം ജില്ലയിലെ എല്ലാ സംഗീതത്തിലും എനിക്കെതിരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. തെറിയല്ലാത്തല്ല എന്നെ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. പിന്നെ വ്യാജനാണ്, ഇവനെ ഭിത്തിയിലൊട്ടിക്കണം, കീറി ഭിത്തിയിലൊട്ടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നത്. അതൊക്കെ പറയാൻ അവരെ പ്രചോദിപ്പിച്ച മൊത്തം ഈ സാധാരണക്കാരനായ ഞാനിതുണ്ടാക്കിയോണ്ടാണ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും വരില്ല. സാധാരണക്കാരായ ഒരു ഞാനൊരാൾ ഇത് കണ്ടുപിടിച്ചോണ്ടാണ് ഇത് പറഞ്ഞില്ല. ഇതിനൊക്കെ ജാതീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ടാവും. അതിനൊക്കെയൊന്നും ഞാൻ ആ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് സത്യമാണെന്ന് എൻ്റെ ഗുരുക്കന്മാർ ഉറപ്പിച്ച് തന്നിട്ടുണ്ട് എനിക്ക്. അനീഷ് ചെയ്ത കാര്യങ്ങൾ സത്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെമ്പയാർ ശ്രീനിവാസ് ഇന്ന് കർണാടകത്തെ വലിയ ആളാണ്. അദ്ദേഹം ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇത് ആദ്യം തന്നെ അവതരിപ്പിച്ചു. കാരണം അദ്ദേഹം ഡൽഹി എയർപോർട്ടിൽ വെച്ച് എൻ്റെ സുഹൃത്ത് വഴി എന്നെ ഫോണിൽ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, സാറ് പുതിയ 2 മേളകർത്താരാകും, ഇതിൻ്റെ സ്ഥാനങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് അനീഷ് സാർ വളരെ സന്തോഷം കേട്ടപ്പം. കാരണം ശരി, അങ്ങനെ ഒരു സ്ഥാനം അതിന് ഗ്യാപ്പുണ്ട്. സാറൊരു കാര്യം ചെയ്യുക. അപ്പം എന്നോട് അദ്ദേഹം പറഞ്ഞ് ഒരു സ്ഥാനങ്ങൾക്ക് പല പേരിൽ മറ്റ് പണ്ഡിതന്മാർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അനീഷ് സാറിന് ചെയ്യുന്നതന്നെ കുഴപ്പം. അനീഷ് സാർ ചെയ്യുക, അതിൻ്റെ ഒരു മേളകർത്താ പദ്ധതി ഉണ്ടാക്കുക. എന്നിട്ട് ആ മേളകർത്താ പദ്ധതി പുതിയ കുറേ രാങ്ങൾ ജനിപ്പിക്കുക. അപ്പോൾ അത്രയും രാങ്ങൾ സാറിൻ്റെ ആയില്ലെന്ന് പറഞ്ഞു. 72 മേളകർത്താരാകത്തം ഞാൻ തൊട്ടിട്ടില്ല. 72 മേളകർത്താ പദ്ധതി അത് അങ്ങനെ തന്നെ പഴയ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. ഈ 2 സ്ഥാനം വെച്ച് ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തത്. ഇത് ഒരാളും അറിയാതെ എന്നോട് വിളിച്ചു പോലും ചോദിക്കാതെ സൈബർ ആക്രമണം, സോഷ്യൽ മീഡിയ മുഴുവൻ 3 ദിവസമായിട്ട് എനിക്കെതിരെ. തീർച്ചയായിട്ടും ഇല്ല, ഒരു മാസം, ഒറ്റ മാസത്തിനകം ഉണ്ടാകും. കാരണം വെച്ചാൽ ഞാൻ ചിട്ടപ്പെടുത്തിയൊക്കെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ നൊട്ടേഷനെല്ലാം ആയി കഴിഞ്ഞു. പാടിയാൽ മാത്രം, സ്റ്റുഡിയോയിൽ പാടിയെടുത്താൽ മാത്രം മതി. കാരണം അത് പാടാനായിട്ടും വളരെ പ്രയാസമുണ്ട്. കാരണം ഇത്രയും നാളും സംഗീതത്തിലുള്ള ഒരു രീതി അല്ലാതെ പോകുമ്പം പാടാനിരിക്കുന്ന വ്യക്തിക്ക് അത് ഒന്ന് തലയിലോട്ട് കയറുക എന്ന് പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അത് എത്രയും വേഗം അതിനകത്ത്. പക്ഷേ മറ്റുള്ള രാഗങ്ങളിലൊക്കെ കണ്ടുപിടിച്ച രാഗങ്ങളിലൊക്കെ കൃതികൾ ഞാൻ ചെയ്തു കഴിഞ്ഞു. 72 മേളകർത്താരാഗത്തിൽ ജന്യരാഗങ്ങളായിട്ട് വന്ന 23 രാഗങ്ങളിൽ ഞാൻ 33 രാഗങ്ങളിൽ 23 രാഗങ്ങളിൽ ഞാൻ കൃതികൾ ചെയ്തു, പല പാട്ടുകൾ ചെയ്തു. അതിനകത്ത് ആൽബം സോങ്സ് ചെയ്ത്, കൃതികൾ മാത്രം ചെയ്തു, അങ്ങനെ എല്ലാം ചെയ്ത് ഇറങ്ങി. ഓൾറെഡി റെക്കോർഡായിട്ടുണ്ട്. അതിൽ